ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൗസീസ് കിച്ചൺ. ഇന്ന് നമ്മൾ മത്തങ്ങ പയർ എരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കപ്പ് പയർ ഓവർനൈറ്റ് സോക്ക് ചെയ്തത് ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കപ്പ് മത്തങ്ങ പീസാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പയർ പെട്ടെന്ന് വെന്ത് കിട്ടാത്തതാച്ചാൽ ആദ്യം 2 വിസിലടിച്ചിട്ട് പിന്നെ അതിൽ മത്തങ്ങ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കണം. 1 വിസിൽ അടിക്കേണ്ടതുള്ളൂ. അപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 5 കാന്താരി മുളകാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. പച്ചമുളക് എടുക്കണമെന്ന് വെച്ചാൽ 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇത് അരച്ചെടുക്കുന്നുണ്ട്. കുക്കറൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മത്തങ്ങയും പയറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിന് കുക്കറിൽ നിന്ന് ഞാനൊരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എരിശ്ശേരിയിൽ മത്തങ്ങ ഉടഞ്ഞിട്ടാണ് താല്പര്യം വെച്ചാൽ ഈ സമയത്ത് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉടയ്ക്കണില്ല. നമ്മളിതൊക്കെ മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ ഒന്ന് ഉടഞ്ഞിട്ട് വരും. ഇനി നമ്മൾ അരച്ച് വെച്ച നാളികേരത്തിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായി ഇളക്കിയിട്ട് നമ്മളൊരു 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് അതും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. മുളകിൻ്റെ കളർ മാറി വരുമ്പോൾ 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് വറുത്തെടുക്കണം. നാളികേരം തീരെ ഇല്ലാത്തവരൊക്കെ വെച്ചാൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കുക. കടുകും മുളകും കറിവേപ്പിലയും മാത്രം വറുത്തിട്ടിട്ടാലും മത്തങ്ങയും പയറും നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. നമ്മൾ വറുത്ത് വെച്ച തേങ്ങയുടെ കൂട്ട് മത്തങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ പരുവത്തിൽ കിട്ടിയാലാണ് സദ്യക്കൊക്കെ നമ്മൾ ഇലയിൽ വിളമ്പുമ്പോൾ കറക്റ്റ് പരുവത്തിൽ ഇരിക്കുകയുള്ളൂ. വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരുപാട് ലൂസായി പോവരുത്. അപ്പോൾ നമ്മുടെ മത്തങ്ങ പയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിനൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓളൊന്ന് പ്രസ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. താങ്ക്